എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് വെച്ച് പഠിച്ചു തുടങ്ങണം, ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് വെച്ച് പഠിച്ചു തുടങ്ങണം, ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നുണ്ടാവും. ഒപ്പം ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ കവർ ചെയ്തിരിക്കേണ്ട ഷോർട്ട് നോട്ട്സ് എന്താണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട പരീക്ഷകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ദിവസം നിങ്ങൾ രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് പഠിക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം എന്ന് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആണ്, ഓരോരുത്തർക്കും പഠിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സമയം ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരും ഒരു കാര്യം പഠിക്കാൻ എടുക്കുന്ന സമയം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വിടുകയാണ്. പക്ഷേ ഒരാഴ്ചയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇങ്ങനത്തെ ഏത് സബ്ജക്റ്റ് വെച്ച് തുടങ്ങണം, ആ സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യേണ്ടത്, ഹൈ വെയിറ്റേജ് ഏരിയാസ് എന്തൊക്കെയാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം പഠിക്കാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചിട്ട് മാത്രമേ നമ്മൾ മെഷീൻസ് എന്ന് പറയുന്ന ഈ പോർഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്ഫോമേഴ്സ്, അത് മെഷീൻസിലൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിസം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് മെഷീൻസ് വലിയ ധാരണ ഇല്ലാത്ത സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഞാൻ മെഷീൻസ് ആദ്യം പഠിക്കാമെന്നും പറഞ്ഞ് ആദ്യം കയറി ഇത് പഠിക്കരുത്. ഇനി എനിക്ക് പവർ സിസ്റ്റം അറിയാത്ത ടോപ്പിക്കാണ്, പവർ ജനറേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആണല്ലോ, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് കരുതി ആദ്യം തന്നെ ജനറേഷനിലേക്കും ട്രാൻസ്മിഷനിലേക്കും, അതായത് പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകരുത്. കാരണം അതിൽ പറയാൻ പോകുന്ന എ സി സിസ്റ്റം, 3 ഫേസ് സിസ്റ്റം, അതുപോലെ തന്നെ അതിൻ്റെ RMS വാല്യൂ, ഇതെല്ലാം നിങ്ങൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് മനസ്സിലാക്കാതെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓരോ ആഴ്ചയിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ, ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സ്, ഒരുമിച്ച് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. എല്ലാവർക്കും നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCB ഇലക്ട്രിസിറ്റി വർക്കറിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു വീക്ക്ലി പ്ലാനറാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. ആ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിരുന്നത് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രിപ്പയർ ചെയ്യാം, ജോലിയോടൊപ്പം പ്രിപ്പയർ ചെയ്യാം, സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തി ഈ എക്സാമിന് വേണ്ടി പഠിക്കാം, അതോടൊപ്പം തന്നെ ഈ ഒരു ഈവനിങ്ങിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്നിരുന്ന് ഒരു കമ്പൈൻ സ്റ്റഡി നടത്തി വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. അതായത് ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല നിങ്ങൾക്ക് ഒരു കോച്ചിങ് എടുത്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ എങ്ങനെ പഠിക്കുകയാണെങ്കിലും വ്യക്തമായ ഒരു ധാരണ സിലബസിനെ കുറിച്ചും ചോദ്യങ്ങൾ, അതായത് എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതല്ലെങ്കിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ PSC പോലുള്ള പരീക്ഷകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ സിമ്പിളാണ് ITA ലെവൽ ഇലക്ട്രിക്കൽ എക്സാംസ് അല്ലെങ്കിൽ PSCയുടെ എക്സാംസ് എല്ലാം. നമുക്ക് വ്യക്തമായൊരു സ്ട്രാറ്റജിയും പ്ലാനും എങ്ങനെ എത്രത്തോളം ഏതറ്റം വരെ പഠിക്കണം എന്നുള്ളതൊരു ധാരണ ഉണ്ടെങ്കിൽ PSC എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ധാരണ ഇല്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാമും PSCയുടെ ഏറ്റവും കോമ്പറ്റീഷൻ കുറഞ്ഞതും അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാം പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ വീക്ക്ലി പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കാനായിട്ട്. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ KCB ഇലക്ട്രിസിറ്റി വർക്കറിന് വേണ്ടിയുള്ള ഒരു വീക്ക്ലി പ്ലാനർ നിങ്ങൾ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ഏകദേശം 10 മോഡ്യൂൾ, അതായത് 10ലധികം സബ്ജക്ട്സ്, 10 മോഡ്യൂൾ ആണെങ്കിൽ നമുക്ക് 10ലധികം സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ സബ്ജക്ട്സ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയല്ല വേണ്ടത്. അപ്പോൾ ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടതെന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. കാരണം ആ സബ്ജക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ താഴോട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റ് സബ്ജക്ട്സ് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൽ പറയുന്ന പല ടേംസുകളും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ജോലിയോടൊപ്പം മറ്റ് തിരക്കുകളുടെ ഇടയിൽ കൂടെ പഠിക്കണമെങ്കിൽ നമുക്ക് സമയം എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ആ സമയം വേണ്ട രീതിയിൽ ക്രമീകരിച്ചാൽ മാത്രമേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. പല കുട്ടികളും പറയുന്നത് എനിക്ക് സമയമില്ല, ഞാൻ ജോലിക്ക് പോവുകയാണ്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട് എഴുതി തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ എന്ത് പഠിക്കണം, എത്രത്തോളം പഠിക്കണം, അത് ഏതറ്റം വരെ പഠിക്കണം എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, വെറുതെ കുറേ ചോദ്യങ്ങളല്ല പഠിക്കേണ്ടത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും, ഓരോ ഏരിയാസിൽ നിന്നും ഒന്ന് സബ്ജക്ട്സിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്, ഓർഡർ ഓഫ് സബ്ജക്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിട്ടേ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാൻ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഓരോ സബ്ജക്റ്റിൽ നിന്നുമുള്ള
ഹൈ വെയിറ്റേജ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ആ ഹൈ വെയിറ്റേജ് ഏരിയാസിൽ നിന്നും ആ സബ്ജക്ട്സിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും വരുന്ന ചോദ്യങ്ങളെ വ്യക്തമായി തരം തിരിച്ച് തന്നെ പഠിക്കണം. അതായത് ടൈപ്പ് ബേസ്ഡ് എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ടൈപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ സിമ്പിൾ ചോദിക്കാം, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ചോദിക്കാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ തന്നെ മറ്റ് പാരാമീറ്റേഴ്സ് ചോദിക്കാം, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, അതിന്റെ വാല്യൂസ്, അതിന്റെ യൂണിറ്റ്സ് ചോദിക്കാം. റെസിസ്റ്റൻസിന്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് മാറുമ്പോൾ R=ρ×L/A എന്നുള്ള ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബൾബ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ലോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, I²RT റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അതായത് ഹീറ്റ് ബേസ്ഡ് ജൂൾസ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിനോടൊപ്പം തന്നെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും കംപ്രസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാം. അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴും കംപ്രസ് ചെയ്യുമ്പോഴും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട്സ് ഉൾപ്പെടെ ടേബിളിലാക്കി പഠിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത്, അതായത് അതിനെ തരം തിരിച്ച് തന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള 80+ സ്കോർ ചെയ്ത് നമുക്ക് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ജോലി ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോഷനും പ്രൊബേഷനും ഒക്കെ ഏറ്റവും നേരത്തെ വന്ന് നമുക്ക് മറ്റ് പ്രൊമോഷൻ സാധ്യതകളിലൊക്കെ അപ്ലൈ ചെയ്യാനും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ഈ 6 മാസത്തെ, നമ്മളിപ്പോൾ ഈ 6 മാസം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുമെന്ന് മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നമുക്ക് പ്രൊമോഷനും മറ്റ് സാഹചര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുറെ കൂടി ഫാസ്റ്റ് ആക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ സർവീസിൽ 3, 4, 5 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ 6 മാസത്തെ പ്രിപ്പറേഷൻ, 6 മാസം കൊണ്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ക്യൂസസ് പറയാം, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് സമയക്കുറവാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ അതിന് കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ യൂട്യൂബിൽ ഒന്നുകിൽ ഈ എക്സാംസ് ഒക്കെ നേരത്തെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടത്തും ചേട്ടനടുത്തും ചേച്ചിമാരടുത്തും സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇവരുടെ ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ തന്നെ കുട്ടികളുടെ ടോപ്പ് മേടിച്ച കുട്ടികളുടെ ഇൻ്റർവ്യൂസ് കിടപ്പുണ്ട്. അവർ വളരെ സത്യസന്ധമായിട്ട് അവരുടെ സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്, അവരുടെ സ്ട്രഗിൾസ് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ എളുപ്പമാണ്, എനിക്ക് സമയമില്ല എന്ന് പറയാൻ, എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു വഴി കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് വെച്ച് പഠിച്ചു തുടങ്ങണം, ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നുണ്ടാവും. ഒപ്പം ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ കവർ ചെയ്തിരിക്കേണ്ട ഷോർട്ട് നോട്ട്സ് എന്താണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട പരീക്ഷകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ദിവസം നിങ്ങൾ രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് പഠിക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം എന്ന് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആണ്, ഓരോരുത്തർക്കും പഠിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സമയം ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരും ഒരു കാര്യം പഠിക്കാൻ എടുക്കുന്ന സമയം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല, അത് നിങ്ങൾക്ക് വിടുകയാണ്. പക്ഷേ ഒരാഴ്ചയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇങ്ങനത്തെ ഏത് സബ്ജക്റ്റ് വെച്ച് തുടങ്ങണം, ആ സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യേണ്ടത്, ഹൈ വെയിറ്റേജ് ഏരിയാസ് എന്തൊക്കെയാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ബേസ്ഡ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം പഠിക്കാനായിട്ട്. ആ കാര്യം ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത് നമ്മുടെ സിലബസിലേക്ക് പോവാം. സിലബസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സ്ലൈഡ് നിങ്ങളുടെ മനസ്സിൽ വേണം. അതായത് ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്, എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് വെച്ച് പഠിച്ചു തുടങ്ങണം. സിലബസിൽ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് മോഡ്യൂളായിട്ട് കിടക്കുന്നത്, ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി, രണ്ടാമത് ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് AC ആൻഡ് എർത്തിങ് ആണ് കിടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചിട്ട് മാത്രമേ നമ്മൾ മെഷീൻസ് എന്ന് പറയുന്ന ഈ പോർഷനിലേക്ക് പോകാൻ പാടുള്ളൂ. അതായത് DC മെഷീൻസ് ഉണ്ട്, AC മോട്ടേഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ് മോട്ടേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്, നമുക്ക് ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റേഴ്സ് പഠിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്ഫോമേഴ്സ്, അത് മെഷീൻസിലൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിസം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് മെഷീൻസ് വലിയ ധാരണ ഇല്ലാത്ത സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഞാൻ മെഷീൻസ് ആദ്യം പഠിക്കാമെന്നും പറഞ്ഞ് ആദ്യം കയറി ഇത് പഠിക്കരുത്. ഇനി എനിക്ക് പവർ സിസ്റ്റം അറിയാത്ത ടോപ്പിക്കാണ്, പവർ ജനറേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആണല്ലോ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് കരുതി ആദ്യം തന്നെ ജനറേഷനിലേക്കും ട്രാൻസ്മിഷനിലേക്കും, അതായത് പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകരുത്. കാരണം അതിൽ പറയാൻ പോകുന്ന AC സിസ്റ്റം, 3 ഫേസ് സിസ്റ്റം,
അതുപോലെ തന്നെ അതിൻ്റെ RMS വാല്യൂ, ഇതെല്ലാം നിങ്ങൾ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് മനസ്സിലാക്കാതെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ബേസിക് കാര്യങ്ങൾ പോലും ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഈ പറയുന്ന 4 സബ്ജക്റ്റുകൾ, അതായത് ബേസിക് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇതാദ്യം വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള സബ്ജക്ട്സും ഉണ്ട്. ചില സബ്ജക്ട്സ് തിയറട്ടിക്കൽ ആയിരിക്കും. തിയറട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കാണാതെ പഠിക്കാനായിരിക്കും കൂടുതലും ഉണ്ടാവുക. ആ ടോപ്പിക്സ് എപ്പോഴാണ് പഠിക്കേണ്ടത്? ചിലത് ന്യൂമറിക്കൽ ആയിരിക്കും, അതായത് കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും വരിക. ചിലത് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നമുക്ക് അവസാന ആഴ്ചയോ അവസാന മാസമോ പഠിക്കേണ്ട ടോപ്പിക്സ് അല്ല. തിയറട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഏറെക്കുറെ ലാസ്റ്റ് മിനിറ്റും റിവൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മിനിറ്റ് പഠിക്കേണ്ടതല്ല. അപ്പോൾ അത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കണം. സമയമെടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് കോൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാണാതെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. കാരണം ഇതൊരു MCQ ടൈപ്പാണ് അല്ലേ. 4 ഓപ്ഷൻ ഉണ്ടാവും. 4 ഓപ്ഷനും പലപ്പോഴും ഒരേപോലെ ഇരിക്കും. നിങ്ങൾ തെറ്റായ ഉത്തരത്തിൽ കുത്തും, എന്ത് പറ്റും? 1/3 നെഗറ്റീവ് മാർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായി നിങ്ങൾ തരംതിരിച്ച് പഠിക്കുക. ഏത് സബ്ജക്റ്റാണ് ആദ്യം പഠിക്കേണ്ടത്, ഏറ്റവും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ്സ്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യമേ പഠിച്ച് തറവായിട്ട് വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് ഇത് നോക്കേണ്ട പോലും ആവശ്യമില്ല. എന്നാൽ എക്സാമിന് ലാസ്റ്റ് മുമ്പ്, അതായത് എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നോക്കേണ്ട ചില തിയറട്ടിക്കൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റെ വാല്യൂ, റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ്, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്തിൻ്റെ വാല്യൂസ്, ഡയലക്ട്രിക് സ്ട്രെങ്തിൻ്റെ വാല്യൂസ്, അങ്ങനത്തെ ആ വാല്യൂസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നോക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല, അത് ലാസ്റ്റ് മിനിറ്റ് പഠിച്ചാൽ മതി. പക്ഷേ എന്നാൽ കോൺസെപ്റ്റ് ലാസ്റ്റ് മിനിറ്റ് പഠിക്കേണ്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായ ഒരു ഓർഡർ വേണം, അല്ലാതെ വാരി വലിച്ച് പഠിക്കരുത്. ഈ 100 മാർക്കിൽ 95 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷേ അത്രയും എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ സ്പീഡ്, ആക്യുറസി, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾക്ക് എത്ര മാർക്ക് എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 80+ മാർക്ക് നിങ്ങൾ എയിം ചെയ്തിരിക്കണം. 50-60 കിട്ടിയിട്ട് കാര്യമില്ല. 80+ മാർക്ക് സ്കോർ ചെയ്താലേ നിങ്ങൾക്ക് ഫസ്റ്റ് അഡ്വൈസിൽ ജോലി കിട്ടുകയുള്ളൂ. ഇനി ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ 40-50 കിട്ടിയാൽ പോലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണം എന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സിമ്പിളാണ് ഇതെല്ലാം പഠിക്കാനായിട്ട്. പക്ഷെ വ്യക്തമായൊരു പ്ലാൻ വേണം. കാരണം ഞാൻ പറഞ്ഞു, ഒരു 100 നമുക്ക് ഉള്ളത് എന്താണ്, നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? 100 ചോദ്യങ്ങൾ 90 മിനിറ്റ്. അപ്പം 100 ചോദ്യങ്ങൾ 90 മിനിറ്റിൽ എഴുതണമെങ്കിൽ നമുക്ക് ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് പോലും ഇല്ല. ആ സ്പീഡ്, നമുക്ക് ഒരു 100 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ഒരു 3 മണിക്കൂർ കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ സ്പീഡും ആക്യുറസി എല്ലാം ഇവിടെ നമ്മുടെ റാങ്കിനെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ബേസിക്സ് ക്ലിയർ ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ബേസിക്സ് ക്ലിയർ ആയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതിന് വ്യക്തമായൊരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ സിലബസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സിലബസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഈ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിലബസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഓരോ മോഡ്യൂൾ വൈസ് ആയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടി വരിക. നമ്മുടെ സാഹചര്യം അങ്ങനെയല്ല. കാരണം എന്താ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഓംസ് ലോ 2ാമത്തെ മോഡ്യൂളിലാണ് കിടക്കുന്നത്. ലോ ഓഫ് റെസിസ്റ്റൻസ് 2ാമത്തെ മോഡ്യൂളാണ് കിടക്കുന്നത്. വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് 2ാമത്തെ മോഡ്യൂളാണ് കിടക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താണ്, ഈ പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസിൻ്റെ കൂടെയും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ കൂടെയും, അതായത് കറണ്ട്, ചാർജ്, വോൾട്ടേജ്, EMF, ഇതിൻ്റെ കൂടെയൊക്കെ പഠിക്കേണ്ടതാണ് റെസിസ്റ്റൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യോജിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സുകളാണ്. അപ്പോൾ അത് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം. നമ്മുടെ ക്ലാസ്സിനാണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇത് ഓരോ മോഡ്യൂളായിട്ട് തരംതിരിച്ച് കിടക്കുകയല്ല. കാരണം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സിനെ നമ്മൾ ഒരുമിച്ചാണ് ഇടുന്നത്, ഒരുമിച്ചാണ് നിങ്ങളും പഠിക്കേണ്ടത്. ആ കാര്യം വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സിലബസ് നോക്കാം. ബാക്കിയുള്ള സിലബസ് കണ്ടോ, മാഗ്നറ്റിസത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടും എർത്തിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മെഷീൻസ്, DC മെഷീൻസ് ഉണ്ട്, AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ് മോട്ടോഴ്സ്, അതുപോലെ തന്നെ ജനറേറ്റേഴ്സും നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണം, ട്രാൻസ്ഫോമേഴ്സ് പഠിക്കണം,
അതുപോലെ തന്നെ നമുക്ക് ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കണം. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒപ്പം പവർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പവർ ജനറേഷനും ട്രാൻസ്മിഷനും പഠിക്കണം. കഴിഞ്ഞോ? ഏതൊരു സിലബസ് എടുത്താലും BScയുടെ അതിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, നോട്ട്. ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദി ടോപ്പിക്സ് ഡീറ്റെയിൽഡ് എബോവ്, question from other topics prescribed for the educational qualification of the post may appear in the question paper. എന്താണ്? സിലബസ് ഇതൊക്കെ തന്നു, ശരി തന്നെ. പക്ഷേ നിങ്ങളുടെ അല്ലെങ്കിൽ ഈ പോസ്റ്റിന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അതായത് ITI ഇലക്ട്രിക്കൽ ആണെങ്കിൽ ITI ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് ട്രേഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇത് സിലബസിലുള്ളത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എന്ത് ചോദ്യം വേണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ, ഇതെന്താ BSc ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റില്ല. ഈ ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് പോവുക, കാരണം അതെല്ലാം ചോദ്യ പേപ്പറിൽ വരാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സിലബസ് മാത്രമല്ല എന്തൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ കണ്ടോ, എക്സാം സിലബസ് ഇങ്ങനെയാണെങ്കിലും ഇത് നമ്മുടെ പഴയ സിലബസ് ആണ്. ITI ലെവലിൽ വരുന്ന ഇലക്ട്രിക്കൽ എക്സാംസിന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വരുന്ന സിലബസ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ബേസിക് ഇലക്ട്രിസിറ്റിയും ഓംസ് ലോയും നമുക്ക് രണ്ടായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരുമിച്ചേ പഠിക്കാൻ പറ്റുള്ളൂ പല ടോപ്പിക്സും. ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ്സിലും പഠിക്കുക. നിങ്ങളും അത് നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ആ ടോപ്പിക്സ് എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്ത് പഠിക്കുക. അത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് ഞാൻ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കാണിക്കാം. നോക്കുക, ഇവിടെ നമ്മൾ കണ്ടോ, ഓരോ ആഴ്ചയിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ, ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സ്, ഒരുമിച്ച് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നോക്കുക, കണ്ടോ, ആദ്യത്തെ ദിവസം നമ്മൾ മെയ് 4 തൊട്ട് പഠിച്ചു തുടങ്ങുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ഇലക്ട്രിസിറ്റി ഉള്ള ടോപ്പിക്കാണ്. എന്താണ്? ചാർജ് ആൻഡ് കറണ്ട്, EMF, വോൾട്ടേജ്, അതുപോലെ തന്നെ എനർജി, വർക്ക് ആൻഡ് പവർ. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഓംസ് ലോ എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, കണ്ടക്ടൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്. ഇത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? കണ്ടക്ടിവിറ്റി എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്താണ്, സീമെൻസ് എന്തിൻ്റെ യൂണിറ്റ് ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ SI യൂണിറ്റ്സ് എന്താണ്, CGS സിസ്റ്റത്തിലെ യൂണിറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോപ്പർ, അലൂമിനിയം, അതുപോലെ തന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അലോയ്സ്, മാംഗനിൻ, അപ്പം കോൺസ്റ്റന്റിൻ, അപ്പം ഇങ്ങനത്തെ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഈ നമ്മൾ മാഗ്നറ്റിസത്തിൽ നമ്മൾ പഠിക്കുന്ന പലതരത്തിലുള്ള അലോയ്സ്, ഈ കാര്യങ്ങളെല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ വേണം. ആ ധാരണ വേണമെങ്കിൽ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻസ് അറിയണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറിയണം. അത്രയും അറിയാമെങ്കിൽ ഇത് ഇത്രയും പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതാ ഞാൻ പറഞ്ഞത്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ എന്ത് പഠിക്കണം, എത്ര പഠിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യത്തെ 2 ദിവസം തന്നെ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ചോദ്യം എന്താണ്, അല്ലെങ്കിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് ചോദ്യം എന്താണ്? കണ്ടോ, ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ഭാഗങ്ങളോടൊപ്പം തന്നെ ഞാൻ ഒരുമിച്ച് പഠിക്കേണ്ട കാര്യം കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതായിരിക്കില്ല സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ, അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. നമ്മൾ പഠിക്കുമ്പോഴും സിലബസിൽ പഠിക്കുന്ന ഓർഡർ അല്ല, നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് ഈ രീതിയിലായിട്ടുള്ള ഓർഡർ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് റിലേറ്റ് ചെയ്ത് ഒരുമിച്ച് പഠിക്കേണ്ട ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നോക്കുക, ഇത്രയും പഠിച്ച് ഈ 2 ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ എന്നുള്ള ചോദ്യങ്ങൾ വരാം. റെസിസ്റ്റൻസിന്റെ തന്നെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീരീസ് പാരലൽ മാത്രമല്ല, ബ്രിഡ്ജസിന്റെ ടൈപ്പ് ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ചോദ്യങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ R = ρ × L/A എന്നുള്ള ചോദ്യം വരാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങൾ വരാം. R = ρ × L/A എന്നുള്ള ചോദ്യം അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത, ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. കംപ്രഷന്റെ കേസിലും സ്ട്രെച്ചിങ്ങിന്റെ കേസിലും അതിന്റെ ടേബിൾ സഹിതം നമ്മൾ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് ആ ടേബിൾ അറിയാമെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ക്വസ്റ്റ്യൻസിനെ തരം തിരിച്ച് പഠിക്കുക. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ്, KVL, KCL എന്താണ്? കാരണം ഇത്രയും അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ KVL, KCLലേക്ക് പോയിട്ടുള്ളൂ. കാരണം KVL ഉം KCL ഉം പറയണമെങ്കിൽ തന്നെ അവിടെ എന്താണ് EMF, അല്ലെങ്കിൽ എന്താണ് വോൾട്ടേജ്, എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ്, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് കറണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ KVL, KCL. ഇത് റെസിസ്റ്റൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബൾബുമായി ബന്ധപ്പെട്ട് വരുന്ന പല റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇത്ര വോൾട്ടേജ് ബൾബ് ഏത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, പാരലായിട്ട് കണക്ട് ചെയ്തു, ഏതായിരിക്കും കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യുക. അപ്പം ഇങ്ങനത്തെ പല ചോദ്യങ്ങൾ, അതിൻ്റെ ആസ്പദമാക്കിയുള്ള കോൺസെപ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ കുട്ടിയുള്ള ബേസിക്സ് ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് 2 മോഡ്യൂളായിട്ട് പഠിക്കാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെ പഠിക്കണം. ഇനി ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇനി
നമ്മൾ ആദ്യത്തെ 5 ദിവസം നിങ്ങളും പ്ലാൻ ചെയ്യുക. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ 5 ദിവസം എന്ത് ചെയ്യുക? ആദ്യത്തെ 5 ദിവസം കാര്യങ്ങൾ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുക. ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് വേണം അടുത്ത ദിവസം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അതായത് സാറ്റർഡേ എന്ന് പറയുന്നത്, ഒരു മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സാറ്റർഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. ഇനി ഈ ടോപ്പിക്ക് ഫസ്റ്റ് ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ തന്നെ അതിനുവേണ്ടി 3 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സാറ്റർഡേ നിങ്ങൾ സെൽഫ് റിവിഷൻ്റെ കൂടെ ആ ക്ലാസ് കാണാം. ഇത് കാണാൻ നിങ്ങൾ ഈ ക്ലാസ് കണ്ട അത്രയും സമയം എടുക്കരുത്. ചിലപ്പോൾ അതിനേക്കാൾ സമയമുള്ള ക്ലാസ്, ദൈർഘ്യമുള്ള ക്ലാസ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ അത്രയും സമയം വേണ്ട. കാരണം പ്രാക്ടീസ് ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശം. അപ്പം അത് ചെയ്യുക. ഇനി അതും കൂടി കഴിഞ്ഞാൽ മൺഡേ മുതൽ സാറ്റർഡേ വരെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സൺഡേ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചിലവാക്കേണ്ടത്? സെൽഫ് അസസ്മെന്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരേ ഒരു കാര്യം പ്രാക്ടീസ് ടെസ്റ്റുകളാണ്. ഇതാകണ്ടോ ക്ലാസ് ടെസ്റ്റ് 1, 2, 3 3 ടെസ്റ്റുകൾ നിങ്ങൾ എഴുതുക. ഈ 3 ടെസ്റ്റുകൾ ഇപ്പോൾ എഴുതുക. കാരണം ഇപ്പം നമുക്ക് കുറച്ച് സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ മാത്രമായിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത്. പോകെ നമ്മൾ സബ്ജക്റ്റിന്റെ ഒരു സബ്ജക്റ്റ് മൊത്തത്തിൽ എഴുതേണ്ടി വരും. ഒന്നിലധികം സബ്ജക്റ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള പാർട്ട് ടെസ്റ്റുകൾ എഴുതേണ്ടി വരും. അതിനുശേഷം മോക്ക് ടെസ്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചിട്ടയായി പടിപടിയായിട്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കഴിഞ്ഞോ? ഇല്ല. ഒരാഴ്ചയിൽ ഇത് പഠിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷോർട്ട് നോട്ടും കൂടെ നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോർട്ട് നോട്ട് ഈ ആഴ്ചയിൽ വീക്ക് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റിയുടെ നോട്ട് 1 ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഷോർട്ട് നോട്ട്സ്. ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ഷോർട്ട് നോട്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ടോപ്പിക്സിനായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ആപ്പ് വ്യൂവിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതിൽ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ഷോർട്ട് നോട്ട് മാത്രമാണ്. എന്നാൽ നമ്മൾ ക്ലാസ് കണ്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായും നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു നോട്ട്, ഒരു ക്ലാസ് നോട്ട് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അത് നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. PSC എക്സാമോ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമോ ക്രാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു നോട്ട് ഉണ്ടായിരിക്കണം. ആ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിവിഷൻ പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. ആ റിവിഷൻ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എന്നല്ല, ഇനി വരാൻ പോകുന്ന ഏത് പരീക്ഷയ്ക്കും ഒരൊറ്റ തവണത്തെ പഠനമാണ്. ആ നോട്ട് പക്കയായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ക്ലാസ് നോട്ടുകൾ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട് ഉണ്ടായിരിക്കണം. ഇനി ഞാൻ ഇവിടെ പറയുന്ന നോട്ട് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ടാണ്. അതും എല്ലാ ടോപ്പിക്സിനുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സിന് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നോട്ടായിരിക്കും അത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്നുള്ളത്. നോക്കുക, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ നോട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നോക്കുക, നമ്മുടെ ഷെഡ്യൂളിൽ കണ്ടതുപോലെ തന്നെ BE നോട്ട് 1 ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ നമ്മൾ IEEEയുടെ വാല്യൂസ്, IEEEയുടെ സിമ്പിൾസ്, IEEEയുടെ ഓൾഡ് സിമ്പിൾസ്, IECയുടെ ന്യൂ സിമ്പിൾസ്, ഈ കാര്യങ്ങളെല്ലാം ഇതൊക്കെ നമുക്ക് PSC എക്സാംസിനൊക്കെ അല്ലെങ്കിൽ IT ലെവൽ ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കണ്ടോ ഇതിൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സിമ്പിൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എഗെയിൻ ഞാൻ പറഞ്ഞു, ഇത് സെലക്റ്റഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ ഷോർട്ട് നോട്ടാണ്. ഇത് നമ്മുടെ ക്ലാസ് നോട്ടിൻ്റെ പകരക്കാരനല്ല. അത് നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി വെക്കുക. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ആപ്പ് വ്യൂവിലായിരിക്കും ഇത് അവൈലബിൾ ആയിരിക്കുക. ഇനി തന്നെ ഇതിൽ നോക്കുക, കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റൻസ്, അതിൽ തന്നെ നമ്മുടെ മൾട്ടിപ്ലയറിന്റെ വാല്യൂസ്, ടോളറൻസിന്റെ വാല്യൂസ്, ഒരു റെസിസ്റ്റൻസ് തരികയാണെങ്കിൽ അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ആണ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠനം കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് കയറുക, ഈ ഷോർട്ട് നോട്ട് ജസ്റ്റ് വായിച്ച് വിടുക. അല്ലാതെ ഒരുപാട് സമയം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെൽഫ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അതായത് തിയററ്റിക്കൽ ആയിട്ടുള്ള കുറേ ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഓരോ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ വേറെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. അപ്പോൾ അതിന്റെ ബേസ് ചെയ്യുന്നത് കേട്ടോ, നമുക്ക് ലെവൽ 1 ക്വസ്റ്റ്യൻസ്, അതായത് ITA ലെവൽ, ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ആൻസർ കീയും ഇതിന്റെ ചുവടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ഓരോ ആഴ്ചയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഷോർട്ട് നോട്ട്സ് എല്ലാം ഏറ്റവും അവസാനമല്ല പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ തിയറിറ്റിക്കൽ ടോപ്പിക്സ് ഏറ്റവും അവസാനം മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെക്കുക, അതിൽ തന്നെ മറന്നു പോകുന്ന പോർഷൻസ് മാറ്റി വെക്കുക, അത് ഏറ്റവും ലാസ്റ്റ് റിവൈസ് ചെയ്യുക. അതിനുള്ള റിവിഷൻ പ്ലാനൊക്കെ നമുക്ക് പോകെ ഓരോ ദിവസം കഴിയുന്നതോടെ നമുക്ക് നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ബേസിക് ഐഡിയ, അതായത് ഒരു വീക്ക്ലി ഒരു പ്ലാനർ നിങ്ങൾക്ക് എന്തായിരിക്കണം
ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ആഴ്ചയിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഷോർട്ട് നോട്ട്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, ഇപ്പം നമ്മൾ കണ്ട ഷോർട്ട് നോട്ടാണ് എന്ത്, BE ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് 1. അതിൽ ഫസ്റ്റ് ആഴ്ചയിൽ നിങ്ങൾ ഇത് മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇത് മാത്രം വായിച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിലാണെങ്കിലും നമ്മൾ ഇതേപോലെ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും ഫോളോ ചെയ്യുക. നമ്മുടെ ക്ലാസ് വീഡിയോസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സും നമ്മൾ ഇതേപോലെ സ്ട്രക്ചർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഷോർട്ട് നോട്ട്സ് നമ്മൾ, അതായത് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള, ആപ്പിൽ കാണാൻ പറ്റുന്ന ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ആഴ്ചയിലും ഓരോ മാസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ടെസ്റ്റുകളും അതിൻ്റെ പേര് ഉൾപ്പെടെ, പേര് തന്നെയായിരിക്കും നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടാവുക. അതുൾപ്പെടെ എല്ലാം ആ പേര് സഹിതം ഓരോ എക്സാമിനും ഓരോ ചോദ്യത്തിലും വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള എക്സാംസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ ചിട്ടയായിട്ട് തന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഇതേപോലെ നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലാസ്സുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്നത് സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള കോൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഈ പറയുന്ന പരീക്ഷ സമയബന്ധിതമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പരീക്ഷ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞു ടൈം ടേബിൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകൾ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ചോദ്യങ്ങളോടൊപ്പം തന്നെ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് കുറച്ചുകൂടി ഹയർ ലെവലായിട്ടുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കവർ ചെയ്യുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക്സ് എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ കറണ്ട്, അതുപോലെ തന്നെ ചാർജ് എന്താണ്, അതുപോലെ തന്നെ EMF, വോൾട്ടേജ്, എനർജി, വർക്ക്, പവർ, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ മോഡ്യൂൾ വൈസ് പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ഇപ്പം നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ മോഡ്യൂൾ വൈസ് കൊടുക്കുമ്പോഴും സിലബസ് നിങ്ങൾ എടുത്ത് ഈ മോഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലെ ടോപ്പിക്സ് ഇവിടെ ആയിരിക്കില്ല. കാരണം സെക്കൻഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്ക് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ കവർ ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഒരുമിച്ച് പഠിക്കേണ്ട കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ആ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ഭാഗങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഓരോ ആഴ്ചയിലും അറ്റൻഡ് ചെയ്യേണ്ട എക്സാംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കോഴ്സിൽ തന്നെ നമ്മൾ ഏകദേശം 125-ൽ കൂടുതൽ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടത് ഈ സബ്ജക്ട് ടെസ്റ്റിൻ്റെ അകത്ത് വരുന്ന ക്ലാസ് ടെസ്റ്റുകൾ മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർട്ട് ടെസ്റ്റുകൾ എഴുതുന്നത്. അതിനുശേഷമാണ് നമ്മൾ PYQ ടെസ്റ്റുകൾ എഴുതുന്നത്, മോക്ക് ടെസ്റ്റ് എഴുതുന്നത്. ആദ്യമേ കയറി എന്ത് ചെയ്യരുത്, വലിയ ക്വസ്റ്റ്യൻസും വലിയ ടെസ്റ്റുകളും എഴുതി നിങ്ങളുടെ കോൺഫിഡൻസ് കളയരുത്. പടിയായിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങൾക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ മാർക്ക് എത്ര വേണോ കുറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ കുറഞ്ഞത് എന്തുകൊണ്ട്, തെറ്റിപ്പോയത് എവിടെയാണ്, ആ ചോദ്യത്തിൽ നമ്മൾ ചുവടെ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ടിട്ട് നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ വായിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവ് തോന്നുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ടോപ്പിക് ടെസ്റ്റ്, സബ്ജക്ട് ടെസ്റ്റ്, പാർട്ട് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതാനായിട്ട്. ഇതിനും വ്യക്തമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മോക്ക് ടെസ്റ്റ് കയറി എഴുതി നിങ്ങളുടെ കോൺഫിഡൻസ് കളയരുത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ പൊതുവെയും പഠിക്കേണ്ടത് ഈ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ പറയുന്നത് എൻ്റെ മാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീമിൻ്റെ മാത്രമല്ല, നമ്മളുടെ ഈ എക്സാംസ് ക്വാളിഫൈ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നമ്മളുടെ ഒരു ഇലക്ട്രിക്കൽ എക്സാംസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ ഏതൊരു റാങ്ക് ലിസ്റ്റ് എടുത്താലും 60 മുതൽ 70% വരെ നമ്മളുടെ കുട്ടികളാണ്. അപ്പോൾ അതിൽ തന്നെ ടോപ്പ് വന്ന കുട്ടികളുടെ പല ഇൻ്റർവ്യൂസും, നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസും നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് കാണുക. നിങ്ങൾ ഈ പറയുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ വേണോ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഈ അവർ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൽ, അതായത് റിവിഷൻ്റെ കാര്യത്തിൽ, സിലബസ് കവർ ചെയ്യുന്ന കാര്യത്തിൽ, പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ, ഇവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു വർഷത്തിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. നല്ല രീതിയിൽ പണിയെടുക്കുക. നിങ്ങളുടെ സാഹചര്യം എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ജോലിക്ക് പോയോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് അധ്വാനിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീക്ക്ലി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വീക്ക്ലി പ്ലാനർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഓരോ രീതിയിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഹൈ വെയിറ്റേജ് ഏരിയാസ്, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി വേർതിരിച്ച് വെച്ച് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വീഡിയോസ് വരുന്നുണ്ടാവും. നമ്മുടെ സ്കോർ അക്കാഡമിയുടെ ചാനലിൽ, ടെലഗ്രാം ചാനലിലും, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലും ഒക്കെ നിങ്ങൾക്ക് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സും
ക്വിസ് കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്